എല്ലാവർക്കും ക്യൂസ് യൂണിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ചരിത്രം വീഡിയോ പരമ്പരയിലെ കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന വീഡിയോയുടെ 4ാം ഭാഗമാണ് ഈ വീഡിയോ. ചോദ്യം നമ്പർ 1. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സി കേശവൻ നടത്തിയ വിവാദമായ പ്രസംഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കോഴഞ്ചേരി പ്രസംഗം. 1935 ജൂണിൽ നടന്ന കോഴഞ്ചേരി പ്രസംഗമാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സി കേശവൻ നടത്തിയ വിവാദമായ പ്രസംഗം. ചോദ്യം നമ്പർ 2. നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് ഏത്? കേരള കേസരി. കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത്. ചോദ്യം നമ്പർ 3. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച പ്രസിദ്ധമായ വിളംബരം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകിക്കൊണ്ട് പുറപ്പെടുവിപ്പിച്ച പ്രസിദ്ധമായ വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം. ചോദ്യം നമ്പർ 4. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? 1936 നവംബർ 12. 1112 തുലാം 27 ആയിരുന്നു അന്ന്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. 1112 തുലാം 27. ചോദ്യം നമ്പർ 5. ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ടി കെ മാധവൻ. ടി കെ മാധവനാണ് ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ചോദ്യം നമ്പർ 6. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ചോദ്യം നമ്പർ 7. ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര്? സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്. ചോദ്യം നമ്പർ 8. ആധുനിക കാലത്തെ അത്ഭുതം എന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നും ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ആധുനിക കാലത്തെ അത്ഭുതം എന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നും ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ചോദ്യം നമ്പർ 9. കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന കാലഘട്ടം ഏത്? 1947 ഡിസംബർ 20. 1947 ഡിസംബർ 20 കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന കാലഘട്ടം. ചോദ്യം നമ്പർ 10. കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന സമയത്ത് കൊച്ചിയുടെ ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ. രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാനാണ് കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന സമയത്ത് കൊച്ചിയുടെ ഭരണാധികാരി. ചോദ്യം നമ്പർ 11. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന കാലഘട്ടം ഏത്? 1947 ജൂൺ 12. 1947 ജൂൺ 12 മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന ദിവസം. ചോദ്യം നമ്പർ 12. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന സമയത്ത് മലബാറിന്റെ ഭരണം ആർക്കായിരുന്നു? മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായിരുന്നു. മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായിരുന്നു മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന സമയത്ത് മലബാറിന്റെ ഭരണം. ചോദ്യം നമ്പർ 13. പട്ടിണി ജാഥ നടന്ന വർഷം ഏത്? 1936 ജൂലൈ മാസം. 1936 ജൂലൈ മാസത്തിലാണ് പട്ടിണി ജാഥ നടന്നത്. ചോദ്യം നമ്പർ 14. പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? എ കെ ഗോപാലൻ. എ കെ ഗോപാലനാണ് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 15. 1936 വൈദ്യുതി പ്രക്ഷോഭം എന്തിനെ തുടർന്നായിരുന്നു?
തൃശൂരിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ദിവാൻ ഷൺമുഖം ചെട്ടി ചെന്നൈയിലുള്ള സ്വകാര്യ കമ്പനിയായ ചാന്ദ്രി കമ്പനിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭം ഉണ്ടായത്. 1936 വൈദ്യുതി പ്രക്ഷോഭം എന്തിനെ തുടർന്നായിരുന്നു? തൃശൂരിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ദിവാൻ ഷൺമുഖം ചെട്ടി ചെന്നൈയിലുള്ള സ്വകാര്യ കമ്പനിയായ ചാന്ദ്രി കമ്പനിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭം ഉണ്ടായത്. ചോദ്യം നമ്പർ 16. വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെ? AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഇ ഉണ്ണി. AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഇ ഉണ്ണി എന്നിവരാണ് വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 17. ക്രിസ്ത്യാനികൾ കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് പങ്കെടുക്കാൻ തുടങ്ങിയത് ഏത് സമരത്തെ തുടർന്നാണ്? വൈദ്യുതി പ്രക്ഷോഭം. വൈദ്യുതി പ്രക്ഷോഭത്തെ തുടർന്നാണ് ക്രിസ്ത്യാനികൾ കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് പങ്കെടുക്കാൻ തുടങ്ങിയത്. ചോദ്യം നമ്പർ 18. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ദിവാൻ ഭരണം അവസാനിപ്പിക്കുന്നതിനും പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്വ ഭരണം നേടുന്നതിനും വേണ്ടി നടന്ന പ്രക്ഷോഭമാണ്. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ദിവാൻ ഭരണം അവസാനിപ്പിക്കുന്നതിനും പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്വ ഭരണം നേടുന്നതിനും വേണ്ടി നടന്ന പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ചോദ്യം നമ്പർ 19. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ച സംഘടന ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ചത്. ചോദ്യം നമ്പർ 20. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രഥമ പ്രസിഡന്റ്. ചോദ്യം നമ്പർ 21. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചരിത്ര പ്രസിദ്ധമായ രാജധാനി മാർച്ച് നയിച്ചത് ആര്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചരിത്ര പ്രസിദ്ധമായ രാജധാനി മാർച്ച് നയിച്ചത്. ചോദ്യം നമ്പർ 22. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ നിരോധിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ നിരോധിച്ച സംഘടനകൾ ഏതൊക്കെ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, യൂത്ത് ലീഗ്. ചോദ്യം നമ്പർ 23. തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുക വഴി കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ട പ്രാദേശിക നേതാവ് ആര്? രാഘവൻ പിള്ള. തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുക വഴി കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ട പ്രാദേശിക നേതാവ് രാഘവൻ പിള്ള. ചോദ്യം നമ്പർ 24. 1938 കല്ലറ പാങ്ങോട് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? രാഘവൻ പിള്ള. രാഘവൻ പിള്ളയാണ് 1938 കല്ലറ പാങ്ങോട് സമരത്തിന് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 25. കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവർ ആരെല്ലാം? കൊച്ചാപ്പി പിള്ള, പട്ടാളം കൃഷ്ണൻ. കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവർ ആരെല്ലാം? കൊച്ചാപ്പി പിള്ള, പട്ടാളം കൃഷ്ണൻ. ചോദ്യം നമ്പർ 26. 1939 കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന കടയ്ക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് 1939 കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന കടയ്ക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം നമ്പർ 27. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര്? രാഘവൻ പിള്ള. രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 28. 1940 കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ മർദ്ദന മുറകൾക്കും രണ്ടാം ലോക മഹായുദ്ധത്തിനുമെതിരെ നടന്ന സമരം ഏത്? മൊറാഴ സമരം. 1940 കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ മർദ്ദന മുറകൾക്കും രണ്ടാം ലോക മഹായുദ്ധത്തിനുമെതിരെ നടന്ന സമരം ഏത്? മൊറാഴ സമരം. ചോദ്യം നമ്പർ 29. മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട്
ശിക്ഷിക്കപ്പെട്ട വിപ്ലവകാരിയുടെ പേരെന്ത്? KPR ഗോപാലൻ. KPR ഗോപാലനാണ് മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട വിപ്ലവകാരി. ചോദ്യം നമ്പർ 30. 1941 കയ്യൂർ സമരം നടന്ന ജില്ല? കാസർഗോഡ്. കാസർഗോഡിലാണ് 1941 കയ്യൂർ സമരം നടന്നത്. ചോദ്യം നമ്പർ 31. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ഹോസ്ദുർഗ്. ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം നമ്പർ 32. കയ്യൂർ ഗ്രാമത്തിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭം ഏത്? കയ്യൂർ സമരം. കയ്യൂർ ഗ്രാമത്തിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭം കയ്യൂർ സമരം. ചോദ്യം നമ്പർ 33. കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് ആര്? AV കുഞ്ഞമ്പു. AV കുഞ്ഞമ്പുവാണ് കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത്. ചോദ്യം നമ്പർ 34. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ലെനിൻ രാജേന്ദ്രൻ. ലെനിൻ രാജേന്ദ്രനാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. ചോദ്യം നമ്പർ 35. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ഏത്? EK നായനാർ. EK നായനാരാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി.